മുഹമ്മദ് ആഷിഖ് അവിടെ തുടരുന്നുണ്ട്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വാർത്തയാണ്. അതായത് സീനിയർ അഭിഭാഷകനായ ബെയിലിൻ ദാസ് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നിപ്പോൾ ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിന്മേൽ വിധി പറയുന്നുണ്ട് കോടതി. അപ്പോൾ അതിന്റെ ഒരു വിശദാംശങ്ങൾ കൂടി ഒന്നുകൂടെ പരിശോധിക്കാം. ആഷിഖ്, ഇപ്പോൾ ഏത് സമയത്തായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക തുടങ്ങിയ വിവരങ്ങൾ വരുന്നുണ്ടോ? ജിൽസി, ഇന്ന് 11 മണിയോട് കൂടിയായിരിക്കും കേസ് പരിഗണനയ്ക്ക് എത്തുക. വഞ്ചിയൂരുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയായിരിക്കും കേസ് പരിഗണിക്കുക. ബെയിലിന്റെ ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാദം മുൻപേ തന്നെ പൂർത്തിയായതാണ്. ഇനി അതിലൊരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. നിലവിൽ ബെയിലിൻ ദാസ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ സംഭവം ഉണ്ടായി 2 ദിവസത്തിന് ശേഷം അറസ്റ്റിലായതിനു ശേഷം 14 ദിവസത്തേക്കായിരുന്നു ബെയിലിനെ റിമാൻഡിൽ അയച്ചിട്ടുള്ളത്. ഇപ്പോഴും ഈ റിമാൻഡ് കാലാവധിക്കുള്ളിലാണ് ഉള്ളത്. ഇതിനുള്ളിൽ തന്നെ ജാമ്യം അനുവദിച്ച് ലഭിക്കണം എന്നായിരുന്നു ബെയിലിൻ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അറസ്റ്റ് ലഭിക്കുന്നതിന് മുൻപേ തന്നെ മുൻകൂർ ജാമ്യമായിട്ടായിരുന്നു ഈ അപേക്ഷയുമായി ബെയിലിൻ കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ അതിന് മുൻപ് തന്നെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപേ തന്നെ പോലീസ് ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും സംഭവം വലിയ വിവാദമായി തന്നെ അഭിഭാഷകർക്കിടയിൽ തന്നെ രൂപം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പൂർണ്ണ പിന്തുണ ബാർ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ശ്യാമിലിക്കുണ്ടായിരുന്നു എന്ന രീതിയിലായിരുന്നു പ്രതികരണങ്ങളെങ്കിൽ പിന്നീട് അത് ബെയിലിൻ ദാസിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ബാർ അസോസിയേഷൻ ഉള്ളിൽ ഉണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നത് കണ്ടു നമ്മൾ. അറസ്റ്റിന്റെ ഘട്ടത്തിലടക്കം ഒരു കൂട്ടം അഭിഭാഷകർ ബെയിലിൻ ദാസിന് പിന്തുണ അർപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ബാർ അസോസിയേഷന് ഉള്ളിൽ തന്നെ ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ രൂപം കൊണ്ടുവരികയും അതിൽ ഷാമിലി ചില കടുത്ത നിലപാടുകൾ എടുക്കുകയും ചെയ്തത് ഇന്നലെ നമ്മൾ അതിന്റെ വാട്സപ്പ് സന്ദേശത്തിന്റെ ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയും എന്നായിരുന്നു ഷാമിലി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് കോടതി ഏത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിൽ കോടതിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കും എന്ന് ഷാമിലി പറയുന്നുണ്ട്. അതേസമയം നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. 2 ആഴ്ച മുൻപായിരുന്നു ഈ സംഭവം. ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ വഞ്ചിയൂർ കോടതിക്ക് സമീപമുള്ള ഓഫീസിൽ വെച്ച് മർദ്ദിച്ചത് വലിയ വിവാദമാകുന്നത് കടുത്ത മർദ്ദനം ഈ യുവതിക്ക് നേരിട്ടു എന്ന അവരുടെ മുഖത്ത് തന്നെ ദൃശ്യമായിരുന്നു. ഏതായാലും അത് ഇപ്പോൾ അയാൾ അറസ്റ്റിലാണ്, റിമാൻഡിലാണ്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. കോടതി ഏത് തീരുമാനമെടുക്കും എന്നുള്ളത് ഈ കേസിൽ നിർണായകമാണ്.